Hello, dear students. Welcome to Phoenix Technos. പോളിടെക്നിക് ലെക്ചറർ കേരള PSC സിലബസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇലക്ട്രോണിക് സർക്യൂട്ട്സിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: ഫോർ ദ സർക്യൂട്ട് വിത്ത് ഐഡിയൽ ഡയോഡ് ഷോൺ ഇൻ ദ ഫിഗർ, ദ ഷേപ്പ് ഓഫ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഫോർ ദ ഗിവൺ സിനുസോയ്ഡൽ വേവ് ഇൻപുട്ട് വി ഇൻപുട്ട് വിൽ ബി. ഈ പർട്ടിക്കുലർ സർക്യൂട്ടിൽ ഇൻപുട്ട് ആയിട്ട് ഒരു സൈനുസോഡൽ വേവ് ഫോം കണക്ട് ചെയ്തിട്ടുണ്ട്. ആ സൈനുസോഡൽ വേവ് ഫോം ആ സർക്യൂട്ടിന് അക്രോസ് എന്ത് ചെയ്യുന്നു? അപ്ലൈ ചെയ്യുന്നു. ആ സർക്യൂട്ട് ഏത് ഷേപ്പിലാണ്? ഒരു പർട്ടിക്കുലർ ഡയോഡ്സ്, 2 ഐഡിയൽ ഡയോഡ്സ് ഈ പർട്ടിക്കുലർ കണക്ഷനായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സർക്യൂട്ടാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഡയോഡിന് അക്രോസ് ആയിട്ട് ഒരു ലോഡ് റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ലോഡ് റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് ദ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് ദ സർക്യൂട്ട്. ഈ ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ഷേപ്പ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അന്നേരം ഇവിടെ ഇൻപുട്ടിൽ കൊടുത്തിരിക്കുന്നത് ഈ സൈനുസോഡൽ വേവ് ഫോം ആണ്. ആ സൈനുസോഡൽ വേവ് ഫോമിന്റെ ഫസ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പം ഈ നെറ്റ്വർക്കിലെ മുകളിലത്തെ പോയിന്റ് എന്തായിരിക്കും? ഈ പർട്ടിക്കുലർ ടെർമിനൽ പോസിറ്റീവ് ആയിരിക്കും, താഴത്തെ ടെർമിനൽ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അങ്ങനെ പോസിറ്റീവും നെഗറ്റീവും ആയാൽ ഈ ഡയോഡ്, ഫസ്റ്റ് ഡയോഡ് D1 എന്ന് എടുത്താൽ ആ ഡയോഡ് എന്തായിട്ട് മാറും? കണ്ടക്ടിങ് ആയിട്ട് മാറും. സിമിലർലി താഴത്തെ ഡയോഡ് D2 എന്തായിട്ട് മാറും? കണ്ടക്ടിങ് ആയിട്ട് മാറും. ഔട്ട്പുട്ടില് ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്നത് ഈ ടെർമിനൽ അക്രോസ് ഉള്ള വോൾട്ടേജ് പോസിറ്റീവ് ആയിട്ടും ഈ ടെർമിനൽ അക്രോസ് ഉള്ള വോൾട്ടേജ് നെഗറ്റീവ് ആയിട്ടാണ്. വെൻ D1 കണ്ടക്ട്സ്, കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഏത് ബ്രാഞ്ച് വഴിയായിരിക്കും? ഈ ബ്രാഞ്ച് വഴിയായിരിക്കും. ആ കറണ്ട് എങ്ങോട്ട് ഫ്ലോ ചെയ്യും? ഇവിടെ AB എന്ന് എടുത്താൽ, ഈ രണ്ട് നോഡ്സിനെ AB എന്ന് എടുത്താൽ ആ A എന്ന് പറഞ്ഞ നോഡിനകത്തോട്ടായിരിക്കും ഫ്ലോ ചെയ്യുന്നത്. ദെർഫോർ നമുക്ക് പറയാം ഡയോഡ് ഈസ് എ പാസീവ് എലമെന്റ് ആണ്. ദെർഫോർ ഈ കറണ്ട് എന്താണ്? ഫ്ലോ ചെയ്യുന്ന പോയിന്റിൽ താഴത്തെ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. മീറ്റ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ദെർഫോർ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഇങ്ങനെയാണ്. സിമിലർലി D2 ആ പർട്ടിക്കുലർ കേസിൽ എന്താണ്? കണ്ടക്ടിങ് ആണ്. ദെർഫോർ ഈ ഫ്ലോ ചെയ്യുന്ന കറണ്ട് തിരിച്ചെന്ത് ചെയ്യാം? ഈ ബ്രാഞ്ച് വഴി ഫ്ലോ ചെയ്യാം. ദെർഫോർ ഈ പർട്ടിക്കുലർ കേസിൽ ആക്ച്വൽ ഔട്ട്പുട്ട് മെഷർ ചെയ്തിരിക്കുന്നത് മുകളിലത്തെ ടെർമിനൽ പോസിറ്റീവും താഴത്തെ ടെർമിനൽ നെഗറ്റീവും ആയിട്ടാണ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കറണ്ട് ഫ്ലോ ചെയ്തത്. ദെർഫോർ ആ കറണ്ട് മൾട്ടിപ്ലൈഡ് വിത്ത് ഈ ലോഡ് റെസിസ്റ്റൻസ് വാല്യൂ എടുത്താൽ അവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് എന്തായിരിക്കും? മൈനസ് താഴെ പോസിറ്റീവ് ആ കറണ്ട് മൾട്ടിപ്ലൈഡ് വിത്ത് റെസിസ്റ്റൻസ് ആയിരിക്കും. ദെർഫോർ ആ വോൾട്ടേജിന്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ടു എന്താണ്? നെഗറ്റീവ് ഓഫ് ദ ഔട്ട്പുട്ട് മാഗ്നിറ്റ്യൂഡ് ആണ്. ദെർഫോർ നമുക്ക് പറയാം വെൻ D1 ആൻഡ് D2 കണ്ടക്ട് ചെയ്യുമ്പം, ഫസ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിളില് D1 ആൻഡ് D2 കണ്ടക്ട് ചെയ്യുമ്പം ദ ഔട്ട്പുട്ട് മെഷേർഡ് അക്രോസ് എന്താണ്? ലോഡ് റെസിസ്റ്റൻസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് പൊളാരിറ്റി കമ്പയർഡ് ടു ദ ആക്ച്വൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആയിരിക്കും. ദെർഫോർ ദ ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് എങ്ങനെയായിരിക്കും കിട്ടുന്നത്? ഫസ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിളില് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് എങ്ങനെയായിരിക്കും? ഇങ്ങനെ വരേണ്ടതിന് പകരം റിവേഴ്സ് പൊളാരിറ്റി ആയിട്ട് നമുക്ക് കിട്ടുന്നത് എങ്ങനെയായിരിക്കും? ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ചെയ്ത വേവ് ഫോം ആയിരിക്കും കിട്ടുന്നത്. ദെർഫോർ പോസിറ്റീവ് ഹാഫ് സൈക്കിളിന് കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഈക്വൽ എന്തായിരിക്കും? ഈ പർട്ടിക്കുലർ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഇൻ റിവേഴ്സ് ഡയറക്ഷൻ ആയിരിക്കും. ഓക്കെ, ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ, സിനുസോഡൽ വേവ് ഫോമിന്റെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പം ഈ ടോപ്പിലെ ടെർമിനൽ എന്തായിട്ട് മാറും? നെഗറ്റീവ് ആയിട്ട് മാറും. താഴത്തെ ടെർമിനൽ പോസിറ്റീവ് ആയിട്ട് മാറും. ഈ ടെർമിനലില് നെഗറ്റീവ് വന്നാല് D1 എന്ന് പറഞ്ഞ ഡയോഡ് എന്തായിട്ട് മാറും? അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഒരു റിവേഴ്സ് ബയാസ് ആയിരിക്കും. ദെർഫോർ D1 ഓപ്പൺ സർക്യൂട്ട് ആയിട്ട് മാറും ഇൻ ദ കേസ് ഓഫ് ഐഡിയൽ ഡയോഡ്. ഓക്കെ, ഓപ്പൺ സർക്യൂട്ട് ആയിട്ട് മാറും. സിമിലർലി D2 ഡയോഡിന്റെ എന്താണ്? N ടൈപ്പ് സെമി കണ്ടക്ടറിന് അക്രോസ് കണക്ട് ചെയ്യുന്ന വോൾട്ടേജ് പോസിറ്റീവ് ആണ്. ദെർഫോർ D2 ആൾസോ എന്താണ്? റിവേഴ്സ് ബയാസ് ആയിട്ട് മാറും. ദെർഫോർ D2 നമുക്ക് റീപ്ലേസ് ചെയ്താൽ അത് എന്തായിട്ട് മാറും? ഒരു ഓപ്പൺ സർക്യൂട്ട് ആയിട്ട് മാറും. ഓപ്പൺ സർക്യൂട്ടിലൂടെയുള്ള കറണ്ട് ഫ്ലോ 0 ആയിരിക്കും. ദെർഫോർ ദ ഔട്ട്പുട്ട് ഈക്വൽ ടു
സീറോ കറണ്ട് മൾട്ടിപ്ലൈഡ് വിത്ത് റെസിസ്റ്റൻസ് എന്തായിട്ട് മാറും? സീറോ ആയിട്ട് മാറും. ദർഫോർ പോസിറ്റീവ് ഹാഫ് സൈക്കിളിന് കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് എന്തായിരിക്കും? ഔട്ട്പുട്ട് സീറോ ആയിരിക്കും. നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? സീറോ ആയിരിക്കും. ദർഫോർ ഔട്ട് ഓഫ് ദ ഫോർ ഓപ്ഷൻസ് ഏത് ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. ദർഫോർ നമുക്ക് പറയാം ഈ പർട്ടിക്കുലർ ക്വസ്റ്റിന്റെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ സി ആയിരിക്കും. സെയിം ടൈം തന്നെ ആയിരിക്കും ഇൻപുട്ടുമായിട്ട് കറസ്പോണ്ടിങ് സെയിം ടൈമിലുള്ള ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഒരു 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ചെയ്ത പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ചെയ്ത വേവ് ഫോം കിട്ടും. നെഗറ്റീവ് ഹാഫ് സൈക്കിളിന് കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് സീറോ ആയിരിക്കും. ദർഫോർ ഓപ്ഷൻ സി ആണ് ഈ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ.